കോലീബി സഖ്യത്തിന് പിറകെയാണല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. 1960-ൽ EMSനെ പരാജയപ്പെടുത്താൻ ഒന്നിച്ചത് മുസ്ലിം ലീഗും കോൺഗ്രസും BJPയുടെ പഴയ രൂപമായ ജനസംഘവുമാണ്. സാക്ഷാൽ നെഹ്റു പോലും പ്രചരണത്തിനെത്തിയിട്ടും അവർക്ക് EMSനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ കൗതുകകരമായ ഒരേടായ മുക്കൂട്ടു മുന്നണി അഥവാ കോലീബി സഖ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ പോൾപോട്ട്. സ്വാഗതം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP എന്നീ പാർട്ടികൾ ചേർന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനായി ഉണ്ടാക്കിയ രഹസ്യ ധാരണയെയാണ് കോലീബി എന്ന ചുരുക്കപ്പേരിലൂടെ വിശേഷിപ്പിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നാണ് കോലീബി സഖ്യം. ഇന്നും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കോലീബി സഖ്യം രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാകാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പും അതിൽ നിന്ന് വിഭിന്നമല്ല. 1960-ൽ പട്ടാമ്പിയിൽ CPI സ്ഥാനാർത്ഥി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് A. രാഘവൻ നായരായിരുന്നു. ജനസംഘത്തിന് കൂടി പ്രിയപ്പെട്ടവനായതോടെ ജനസംഘം ഇവിടെ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. രാഘവൻ നായരെ പിന്തുണച്ചാൽ പെരിന്തൽമണ്ണയിലെ ലീഗ് സ്ഥാനാർത്ഥിക്ക് ജനസംഘത്തിന്റെ വോട്ടുകൾ കൊടുക്കും എന്ന ധാരണ ലീഗുമായി ഉണ്ടാക്കി. അങ്ങനെ EMSനെതിരെ മുക്കൂട്ടു മുന്നണി രൂപം കൊണ്ടു. നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തി. പക്ഷെ ദയനീയമായി കൂട്ടുകെട്ട് പരാജയപ്പെട്ടു. 7322 വോട്ടുകൾക്ക് EMS വിജയിക്കുകയായിരുന്നു. EMSന് 58.02% വോട്ടും രാഘവൻ നായർക്ക് 41.98% വോട്ടും നേടി. പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മൊയ്തീൻകുട്ടി 4530 വോട്ടുകൾക്ക് CPI സ്ഥാനാർത്ഥി EP ഗോപാലിനോട് പരാജയപ്പെട്ടു. അങ്ങനെ കേരള ചരിത്രത്തിലെ ആദ്യ മതരാഷ്ട്രീയ സഖ്യത്തെ പട്ടാമ്പിയിലെ ജനം തിരസ്കരിച്ചു. പിന്നീട് 1991-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഭയത്താൽ ഉടലെടുത്ത സഖ്യ പരീക്ഷണമായിരുന്നു കോലീബി എന്നറിയപ്പെട്ട കോൺഗ്രസ്, ലീഗ്, BJP കൂട്ടുകെട്ട്. വടകരയിൽ മുൻ അഡ്വക്കേറ്റ് ജനറലായിരുന്ന അഡ്വക്കേറ്റ് M. രത്നസിംഗും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ Dr. K. മാധവൻകുട്ടിയുമായിരുന്നു സഖ്യത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഈ രണ്ട് മണ്ഡലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷം വിജയിച്ചു. BJPയുടെ വോട്ടുകൾ UDFന് ലഭിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ ഈ കൂട്ടുകെട്ട് വലിയ അതൃപ്തി ഉണ്ടാക്കി.